പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് കൂലി. നമ്മൾ ഒരാളിനെ തൊഴിലിന് വിളിച്ചു. ആ ആൾക്ക് എത്ര രൂപ കൂലി കൊടുക്കേണ്ടി വരും എന്ന് നമുക്ക് ലിഖിതമായ എന്തെങ്കിലും റൂളുണ്ടോ? ഇല്ല. അവർ ചെയ്യുന്ന തൊഴിലിനനുസരിച്ച് അത് വ്യത്യാസപ്പെടാം. എന്നിരുന്നാലും സർക്കാർ തലത്തിൽ ഒരു കൂലിയുടെ ചാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് നോക്കി ആളുകളെ ഹാൻഡിൽ ചെയ്യാം. അല്ലാത്ത പക്ഷം പല സ്ഥലങ്ങളിലും പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും പലതരം കൂലിയാണ്. പിന്നെയോ ചില സമയങ്ങളിൽ സ്ത്രീകളാണ് ആണുങ്ങളെ ജോലിക്ക് വിളിക്കുന്നതെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് സ്ത്രീകളിൽ നിന്നും അത് ഈടാക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ, ചെയ്യുന്ന വർക്കും പല രീതിയിലാണ്. ഇതിനൊക്കെ ഒരു ഏകോപനം വേണ്ടി. എല്ലാ തരത്തിലും തൊഴിൽ നിയമങ്ങളും ട്രേഡ് യൂണിയനുകളും എല്ലാം ഉണ്ട്. പക്ഷേ അതിൻ്റെ പ്രയോജനം എത്ര പേർക്ക് കിട്ടുന്നുണ്ട്? വലിയ വലിയ ഓഫീസുകളും കാര്യാലയങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ എത്ര പേർക്ക് നേരിട്ട് പ്രയോജനം കിട്ടുന്നുണ്ട്? ചെയ്യുന്നവർക്കും കിട്ടുന്നില്ല, ചെയ്യിക്കുന്നവർക്കും കിട്ടുന്നില്ല. ഇതേപ്പറ്റി യാതൊരു തരത്തിലുള്ള ലിസ്റ്റിങ്ങോ കാര്യങ്ങളോ ഇല്ല. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ കൂലി വ്യത്യസ്തമാകാം. പക്ഷേ ഈ കൂലി എങ്ങനെ നമ്മൾ കൊടുക്കും, എങ്ങനെ നമ്മളോട് വാങ്ങിക്കും എന്നുള്ളതിന് എന്താണ് റൂള്? പല സ്ഥലങ്ങളിലും സ്ത്രീകൾ പണിയെടുപ്പിക്കുന്നിടത്ത് അവർ കബളിക്കപ്പെടുകയാണ്. അങ്ങനെ കബളിപ്പിക്കപ്പെട്ടു എന്ന് നമുക്ക് ആരോടും പരാതി പറയാനില്ല. ഇങ്ങനെയൊരു അവസരത്തിൽ ഈ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ കൂലിയുടെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് സർക്കാർ തന്നെ പ്രസിദ്ധീകരിക്കേണ്ടതാണ്. അതാണ് ഇന്നത്തെ എൻ്റെ ആവശ്യം. അപ്പോൾ എല്ലാ ആളുകൾക്കും കൃത്യമായ കൂലിയും കൃത്യമായ വേതനവും ലഭിക്കുകയും അതിൻ്റെ പേരിൽ ആർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ഇടവരികയും ചെയ്യില്ല. ഇന്ന തൊഴിലിന് ഇന്ന കൂലി എന്നുള്ള ഒരു കൃത്യമായ ചാർട്ട് സർക്കാർ പ്രസിദ്ധീകരിക്കണം. നമ്മൾ സ്വർണ്ണവിലയും കാര്യങ്ങളുമൊക്കെ കാണുന്നുണ്ടല്ലോ, കമ്പോള നിലവാരവും കാണുന്നുണ്ട്. പക്ഷേ ഈ സാധനങ്ങൾക്ക് പല വില, ചെയ്യുന്ന തൊഴിലിന് പല കൂലി, ഈ പ്രസ്ഥാനം നമ്മൾ നിർത്തലാക്കി എല്ലാത്തിനും തൊഴിലിടങ്ങളിൽ ഒരു ഏകോപനം വേണം എന്നാണ് എൻ്റെ ചെറിയൊരു അഭ്യർത്ഥന. എന്നോട് അനുകൂലിക്കുന്നവർ ഇതിൻ്റെ താഴെ എന്താണ് ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു എവരിവൺ. താങ്ക് യു ഫോർ വാച്ചിങ്.